ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയത്തും കാണാം, എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. Abundance. You are ready. Opportunities. Get more information. This situation will improve. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് അബണ്ടൻസ് ആണ്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ജോലിയുടെ കാര്യത്തിനൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിനി കൈവരുന്നത് അബണ്ടൻസ് ആണ്. നിങ്ങളുടെ ലൈഫ് ഇനി അങ്ങോട്ട് നല്ല ഉയർച്ചയിലേക്കാണ് പോകുന്നത് കേട്ടോ. എല്ലാ രീതിയിലും നിങ്ങൾക്കിനി നല്ല സമയം വരുന്നതായിട്ടാണ് നമുക്കിവിടെ തെളിയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ഇൻഫോർമേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ തന്നെ ഇനി വലിയൊരു മാറ്റത്തിലേക്ക് പോവാണ്. നിങ്ങൾ യാതൊരു വിധത്തിലും നിങ്ങൾ അതിന് വേണ്ടി റെഡിയായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ ഇനി സമയം തെളിഞ്ഞു വരാൻ പോവുകയാണ് എന്ന ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അവർക്ക് ഒത്തിരിയേറെ സ്നേഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഫീലിങ്സാണ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. ചെറിയൊരു സൗന്ദര്യപ്പിണക്കം വന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വഴക്കിൻ്റെ പേരിൽ ഈഗോ പിടിച്ച് മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് ഉള്ളത്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളെടുത്തുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഇപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങളെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, നിങ്ങളെ കോൾ വിളിക്കണമെന്നുണ്ട്. ചില സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. ഈ വ്യക്തിയുടെ കോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാം, മെസ്സേജ് വന്നെന്ന് വരാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഈ വ്യക്തിയുടെ മെസ്സേജ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നിങ്ങളെ ആൾക്ക് ഒഴിവാക്കാനും സാധിക്കില്ല. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് ഒത്തിരിയേറെ സ്നേഹവും ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ചേരട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പ്രശ്നം ഇനി നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും ശരി, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ല പറ്റില്ല. തീർച്ചയായിട്ടും അവർ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു റീയൂണിയൻ നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. മാരേജ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്കിവിടെ വരുന്നത് നിങ്ങൾ തമ്മിൽ കേട്ടോ. എങ്ങനെയായാലും ഒരു മിറാക്കിൾസ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഉറച്ച തീരുമാനം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറച്ച തീരുമാനത്തിലാണ്. കാരണം ഇത്രയും നാൾ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയതായിട്ട് കാണുന്നുണ്ട്, നോ കോണ്ടാക്റ്റ് ആയതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിലിനി ഒരു റീബർത്താണ് വരുന്നത്. നല്ലൊരു ചേഞ്ചാണ് ഇനി നിങ്ങൾക്ക് വരുന്നത്. തടസ്സങ്ങളെല്ലാം മാറാൻ പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് തടസ്സം ഉണ്ടായിരുന്നു ഇത്രയും നാൾ നിങ്ങൾക്ക്. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നിങ്ങളുടെ വ്യക്തികളിലേക്ക് വരും. ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് എന്താ പറയുക, തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിറ്റുവേഷൻ ആവാം. അപ്പോൾ അത് എന്താ പറയുക, ഫാമിലി പ്രശ്നങ്ങളാവാം, അപ്പോൾ അങ്ങനെ എന്തോ ആവാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തികളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്.
വീണ്ടും വന്നിരിക്കുന്നത് ആ 2 കപ്സിൻ്റെ എനർജിയാണ്. കാരണം ഇവിടെ ഡിവൈൻ എനർജീസാണ്. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് ഡിവൈൻ കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സ് കൂട്ടിയോജിപ്പിച്ച ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആർക്കായാലും ഈ ഒരു ബന്ധത്തെ എന്താ പറയുക, ആർക്കും ഇതിനെ തട്ടി മാറ്റാനോ എന്തൊക്കെ ഇനി ഇതിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചാലും ഇതിനെ തട്ടി മാറ്റാനോ ഒന്നിനും ആർക്കും പറ്റില്ല എന്ന് തന്നെ. കാരണം ഇത് ഡിവൈൻ കൂട്ടിച്ചേർത്ത ബന്ധമാണ്. അതുകൊണ്ട് ഡിവൈൻ ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്നതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ആക്ഷൻ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ നേടിയെടുക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. നമുക്കെല്ലാം വന്നിരിക്കുന്നത് ഈ കാർഡ്സാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ ഇൻഡ്യൂഷൻ ഇപ്പോൾ ശരിക്കും അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ. കാരണം അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോലും ഈ സമയത്ത് അത് ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയ സമയത്തായിരിക്കാം. ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും ഫീലിങ്സാണ് ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കണ്ടോ, ഇവിടെ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബന്ധത്തിലൊരു നമുക്ക് കാണാം ജസ്റ്റിസാണ്, ഒരു നീതി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബാലൻസ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ തന്നെ ഒരു ഡിവൈൻ കണക്ഷനാണ് എന്നുള്ളതിൽ സത്യം തന്നെയാണ്. ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി ഒന്ന് എടുത്തു നോക്കാം. ഈ ഒരു വ്യക്തി ആദ്യമേ നിങ്ങളിൽ നിന്നും ഓടി ഒളിക്കാനൊക്കെ ശ്രമിച്ച വ്യക്തിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിലൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഒത്തിരി സംസാരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി അതിനൊക്കെ സോറി പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ഏതോ ഒരു ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിനെ വശീകരിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയല്ല, നിങ്ങളുടെ വ്യക്തിനെ വശീകരിച്ചെടുത്തത്. പക്ഷെ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്താണ്. അൺകണ്ടീഷണലായിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ഒരു വ്യക്തിനെ വശീകരിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ജനറൽ ആയതുകൊണ്ട് എല്ലാവർക്കും അത് പെടില്ല. കുറച്ച് ശതമാനം ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഉള്ളതല്ല. അധികം ആൾക്കാർ ഫാമിലി പ്രശ്നമോ അങ്ങനെ പല സിറ്റുവേഷനായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങളെ ഈ വ്യക്തി പ്രണയിക്കുന്നവർ പറയാൻ ആഗ്രഹിക്കുന്ന അൺകണ്ടീഷണലായിട്ടാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വല്ലാതെ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ എല്ലാ രീതിയിലും അവർ നല്ല രീതിയിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല നിങ്ങളുടെ വ്യക്തി. അവരൊരു മാസ്ക്, അതായത് നിങ്ങൾ കാണുന്ന സമയത്ത് അവർ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. അവർ ചില സാഹചര്യത്തിൽ ഫോട്ടോസിലൊക്കെ നല്ല നല്ലൊരു ഹാപ്പിനെസ് മൂഡിലായിരിക്കുള്ളൂ. പക്ഷെ ഒരിക്കലുമല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷെ അത് അവരങ്ങനെ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോഴും നിങ്ങളെ നല്ല രീതിയിൽ ആൾ വാച്ച് ചെയ്യുന്നതായിട്ട് തന്നെ കാണുന്നത്. പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതിലും ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയുന്നില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ തേടിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്തൊക്കെ ആ വ്യക്തിക്ക് ഭയങ്കര ഫീല് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായ നിമിഷങ്ങളൊക്കെ ഓർക്കുന്ന സമയത്ത് ആ വ്യക്തി ഭയങ്കര ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. അവർ ഇപ്പോഴും പറയാണ്, അവർ ഈ ഒരു എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്കൊക്കെ വേറൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി വശീകരിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ള അവർ സ്നേഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് അവർക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് അതൊക്കെ പറഞ്ഞ് നിങ്ങളടുത്ത് എല്ലാം പറഞ്ഞ് തുറന്ന് പറയണം എന്നുള്ള ഒരു മൂഡിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ ഫാമിലി സംബന്ധമായ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഫിനാൻസ് സംബന്ധമായ കാര്യം, ഫാമിലി സംബന്ധമായ കാര്യം, ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം, ഇതൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്.
തൃക്കേട്ട, ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം. സ്റ്റുഡൻറ്റ്, പാലക്കാട്. പൂരം നക്ഷത്രം, കെ ആണ്, ലെറ്റർ കെ. ലോയർ ആയിരിക്കാം. കോഴിക്കോട്. കൊല്ലം. ഡ്രൈവർ, എൻ ആണ്, ലെറ്റർ എൻ, പിങ്ക് കളർ. ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം. റെഡ് കളർ. ടൈലറിങ്. ഒക്ടോബർ, മാരേജ് നടക്കും എന്നുള്ള ഒരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ മാരേജ് ഉണ്ടാകും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. ഭരണി നക്ഷത്രം, പർപ്പിൾ കളർ, ജൂൺ മാസം, ലെറ്റർ ബി ആണ്. ചോതി നക്ഷത്രം, ലെറ്റർ യു, മെയ് മാസം, പാലക്കാട്. ലെറ്റർ പി ആണ്, കാസർഗോഡ്. റീയൂണിയൻ. ലെറ്റർ ഒ, ലെറ്റർ സി, ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. മൂലം, മെയ് മാസം, ലെറ്റർ വി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്